ആതിരേന്റെയും ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ വന്നതാണ് ഗായ്സ്. ഏത് ഫ്ലേവർ സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷനിലാണ് ഗായ്സ്. ഇപ്പോൾ ഒരു വന്നിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കേക്കും പിന്നെ ഒരു ഇത് വീട്ടിലേക്ക് വാങ്ങിയതാണ്. ഒരു റെഡ് വെൽവെറ്റ് കേക്കും വാങ്ങി. ഇതാണ് നമ്മൾ വാങ്ങിയ കേക്ക്. ഞങ്ങൾ ഇനി അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ഇവരെ ട്രീറ്റിന് വന്നതാണ് ഗൈസ്. അതെ ഗൈസ്, എല്ലാരെയും വിഷ് ചെയ്യണേ ആരതിനെ. നല്ല പേര് കഴിക്കട്ടെ. ഞങ്ങൾ ട്രീറ്റിന് ഓറഞ്ച് അതല്ലേ, ഓറഞ്ചിന്റെ ചെറുതല്ലേ ചെറുതാരക. ആതിരയുടെ വകയാണ് ഗൈസ്. ആതിര ക്യാമറേന്റെ പക്ഷെ പൈസ കൊടുക്കുന്നത് ആതിരയാണ് ഗൈസ്. വിളിച്ചാടോ എനിക്ക് കോളായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. വെച്ചോ അത് രണ്ടാക്കൂടി ഉള്ളത് ഇനി ഇത്ര ആദ്യമായിട്ട് തിന്നുന്ന ആരതി എങ്ങനെയുണ്ട്? ആരതി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചിട്ട് പറ. അത്രയ്ക്ക് ചമയ്ക്കാനൊക്കെ ഉണ്ടോ കേക്കില്? അതന്നെ, ആ കൈ അങ്ങോട്ട് മാറ്റ്. കഴിക്ക്. ഇഷ്ടായോ? ആദ്യം അതിന്റെ ഇടയിൽ കൂടെ കൊറേ കഴിക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങൾക്ക് പാവത്തിനൊന്നുമില്ല കഴിക്കാൻ. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷാരിഫേട്ടനെയും കിട്ടി ഗൈസ്. അതിന് കുറച്ചിങ്ങനെ ഇരിക്കും. ഇടി എന്നെ കാണില്ല. ഹലോ ഗൈസ്, ഇവിടെ ഇടയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാതെ ഗുണ്ടുമണി അതെ. കുലസ്ത്രീ സുമ, മോഡേൺ കുലസ്ത്രീ. അതുപോലെ അറിയില്ല. ഞങ്ങൾ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നതാണ്. അതിനു വേണ്ടി മാത്രം ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. സംഭവം എന്നൊക്കെ പറയില്ലേ, ഇതിപ്പോ ഷോ അന്നാണ് ഞങ്ങൾ ഒരു ലൈമ് വാങ്ങിയിട്ട് ഞങ്ങൾ 6 ആള് കഴിച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ ചായ 4 ആൾ. അടിപൊളിയാണ്. എന്റെ മാല തിളങ്ങി നോക്ക്. ഗൈസ്, ഇവിടെ പുതിയ സ്റ്റാൻഡുള്ള CR7 ആണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. CR7 എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. അതുപോലും അറിയില്ല. പക്ഷെ
ഇവിടുന്ന് കുറച്ചും കൂടി നടന്നാൽ പുതിയ CR7 എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഏതോ സ്ഥലത്തിന്റെ പേരാണ്. അറിയില്ല CR7 ഇതൊക്കെ എന്റെ പക്ഷെ ഇവിടുത്തെ ഇന്നലെ വന്നതിനാ ഇവിടെ വന്നിട്ട് പറഞ്ഞതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ വന്നത് ഇന്നലെ വന്നതിന്റെ ഷോ ഇന്നലെ അല്ല മെഞ്ഞാന്ന് അനിയന്റെ ഒപ്പരം അല്ലെങ്കിൽ ചെക്കൻ്റെ ഒപ്പരം എന്തായാലും ആരെയും ഒപ്പരം ചെക്കന്മാരുണ്ട് കഴിച്ചു എല്ലാവർക്കും ഇവക്കാണ് ഏറ്റവും കൂടുതൽ എന്നെ പറ്റി പറഞ്ഞാൽ ഇറങ്ങി പോകുന്ന പറയുന്ന മാതിരി വീട്ടിൽ പോയിട്ട് പൈസ ഇല്ല പൊന്നമ്മയാണ് പൈസ പൊന്നമ്മയാണ്. ഈ ചായ എനിക്ക് വാങ്ങിയതാ കുടിച്ചോ? വ്ളോഗിൽ അങ്ങനെ പറഞ്ഞു. വ്ളോഗിൽ ഞാനാണ് എല്ലാ പൈസയും കൊടുക്കാന്ന് പറഞ്ഞു. വ്ളോഗിന് വേണ്ടി മാത്രം. അവിടെ എന്ത് എഴുതി കഴിഞ്ഞ് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പോവാണ് ഗൈസ്. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറ. നമുക്ക് 307 സബ്സ്ക്രൈബേഴ്സ് ആയി. അതിന്റെ ചെലവ് കൊല്ലമ്മേന്റെ വക നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന. ഇപ്പൊ ഞാൻ കുറെ ചെലവ് കൊടുക്കും. എല്ലാവർക്കും ഞാൻ ചെലവ് കൊടുക്കും. ബിക്കോസ് ഐ ആം റിച്ച്. പറച്ചില്ല മാത്രം റിച്ച്. ഞാൻ നോക്കിയാ എവിടെയെങ്കിലും ഉണ്ടോ റിച്ച് എന്ന് നമുക്ക് തോന്നിക്കാവുന്ന ശരിക്കും എന്നെ കണ്ടാ തോന്നുന്നു. എന്നെ വായ തോന്നാ തീർന്നു. അല്ല എന്നെ കണ്ടാ റിച്ചാന്ന്. പക്ഷെ എന്നെ കണ്ടാ അമ്മേന്റെ എനിക്ക് വേണം. ഒരു ചായ കുടിച്ചാലേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അതാണ് പോലെ അങ്ങനെ ഞങ്ങൾക്ക് ഇടാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ഹിന്ദിക്കാരെ വന്നിട്ട് ഇറങ്ങി പോകുന്നു. ഹിന്ദിക്കാരെ ഓരോരോ പാത്രങ്ങൾ കൊണ്ട് മൂന്നാമത്തത് ഇറങ്ങി പോകും. ഇനി അവിടെ എന്തോ നോക്കിയിരിക്കും. സോസ് നിറഞ്ഞെടുക്കുക എന്തെങ്കിലും അടിക്കാൻ മാത്രമേ ഇവിടെ വരുമ്പോ ഇവിടെ പുതിയ ആൾക്കാർ വന്ന് പുതിയ ആൾക്കാർ വരും. നമ്മൾ മാത്രം ഇവിടെ മറ്റേ നമുക്ക് ട്രിപ്പ് പോണ്ടേ? സുമയ്ക്ക് പറ്റൂലെന്ന്. പൈസ അല്ലേ? പൈസ സെറ്റാക്കാം. കടം വാങ്ങിയാണേലും വരാം. പൈസ ഒരു പ്രശ്നമില്ല. പൈസ ഒരു പ്രശ്നമില്ല. ഇറങ്ങണോ? ഞാൻ പറഞ്ഞ ഞാൻ ശനിയാഴ്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാൻ. ഈ ശനിയാഴ്ചയോ? ഞാൻ വെറുതെ പറഞ്ഞേ. വെറുതെ എന്താ മൈൻഡ് അറിയാൻ. അപ്പൊ അമ്മ പറഞ്ഞ എന്റെ പീരിയഡ്സ് ആവലൊക്കെ കഴിഞ്ഞു. അമ്മ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് പോയിട്ട് നാളെ വരിക പറഞ്ഞ 5 ഓവറൊക്കെ. ശരിക്കും തിരുവനന്തപുരം ഞാൻ തഞ്ചാവൂര് പോവാ പറഞ്ഞിട്ടും വിട്ടിനി. തഞ്ചാവൂര് വിട്ട് പിന്നെ വീട്ടിലേക്ക് കൂടാൻ നിൽക്കാത്ത. എനിക്ക് തോന്നുന്നു ഇവിടെ ലെസ്ബിയൻസ് ആണ് സംശയം കൂടിയിട്ടാണ് തോന്നുന്നു. ഞാൻ ഇങ്ങനെ പറയും ഓൾ അങ്ങനെ നോക്കും ഞങ്ങളെ, അങ്ങനെ നോക്കും ഞങ്ങളെ എന്നൊക്കെ പറയും. പേടി. ആ ഗൈസ്, അപ്പൊ ഞങ്ങൾ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ആരും കാണുന്നില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ പോവാണ്. ബൈ. നമ്മളെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഞങ്ങളെല്ലാം 2 കൊല്ലത്തെ പ്ലാൻ ഇട്ടിട്ട് ഞങ്ങള് പിരിയാണ്. 8 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങൾ ബാംഗ്ലൂർ. അയ്യോ ഗായ്സ്, അടുത്ത ആഴ്ച ഞങ്ങൾക്ക് മാസം. Like and subscribe guys. ദാരിദ്ര്യം പിടിച്ചേച്ചി ഗൈസ്. ബൈ. പിന്നെ മാത്രം കണ്ടോളൂ ഗൈസ്. ഇവർക്ക് എപ്പോഴും ഒരു വട്ടം കറങ്ങണം. ഇപ്പോൾ ഒരു അത്ഭുത കാഴ്ച കണ്ടു.
3 ഷോപ്പിന് ഒരേ പേരാൻ ഒരേ ഇത് ഇതാ അവിടെ. അയ്യോ ഇത് തൊട്ടല്ല. എല്ലാരും പറയും ഞാൻ എവിടെ അതാ മൂന്നെണ്ണോ സെയിം 3 എന്തിനാ അവരങ്ങനെ വെച്ചു? അയ്യോ അയാള് യോഗ കാണിച്ചു പോയി നമ്മളെ പിടിച്ചടിച്ചാലോ? എന്താണ് എടോ, എല്ലാവർക്കും ഒന്നും ഇവിടെ പോലെ ഫേമസ് സെലിബ്രിറ്റീസ് ആവണം തോന്നുന്നു. അതുകൊണ്ട് ഓരോന്ന് വന്ന് കേറി പോയിക്കോട്ടെ. പറക്കും സ്ത്രീ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ദേശി പരദേശി